ഹായ് ഹലോ നമസ്തേ, വെൽക്കം ടു ഷാലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ പാവയ്ക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് പാവയ്ക്ക ആദ്യം ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ചെറിയ പാവയ്ക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഈ കുരു എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അത് കൂടുതൽ കഴിക്കും. എന്നിട്ട് ഞാൻ ഇതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുമ്പോൾ ഇതിലുള്ള കയ്പ്പ് ഇറങ്ങി വരും കേട്ടോ. നന്നായിട്ട് ഞെരടി കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കണം. മാറ്റി വെക്കുമ്പോൾ ഇതിലുള്ള കയ്പ്പെല്ലാം ഇറങ്ങിപ്പോവും. ഇങ്ങനെ നന്നായിട്ട് ഞെരടി 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് കടുകും കുറച്ച് കടലപ്പരിപ്പും കുറച്ച് ജീരകവും ചേർത്ത് മൂപ്പിക്കണം. 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഞെരടി ഒന്ന് പിഴിഞ്ഞെടുത്ത്, ഇങ്ങനെ പിഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും. പിഴിഞ്ഞെടുത്ത് ഇതിലോട്ടിടാം. അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കയ്പ്പെല്ലാം ഇതിലോട്ട് ഇറങ്ങി കാണും. ഈ പാവയ്ക്ക ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം കേട്ടോ. നല്ലോണം ഫ്രൈ ആവണം. അതിന് കുറച്ച് സമയം എടുക്കും. ഈ രീതിയിലൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ ഉള്ളി കൂടുതൽ ചേർക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടും. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വരണം. ഈ ഉള്ളി വഴന്നു വരുന്ന സമയത്ത് കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി ഒരു പൊടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ പൊട്ടുകടല ചെറിയൊരു കപ്പ് ചേർക്കുന്നുണ്ട്. അതിലോട്ട് 4 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം. ഈ പൊടിക്ക് ആവശ്യമായ മാത്രം ഉപ്പ് ചേർക്കുക. നേരത്തെ നമ്മൾ പാവയ്ക്കയിൽ ഉപ്പിട്ട് വച്ചിരുന്നല്ലോ. ഉപ്പ് നന്നായി പാവയ്ക്കയിൽ പിടിച്ചു കാണും.
അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടി ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് പൊടി ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് നന്നായി ഫ്രൈ ആയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് അവസാനമായിട്ട് നമുക്ക് 1 സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗറോ ശർക്കരയോ ചേർക്കാം. ഞാൻ ഇവിടെ ഷുഗറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനൊട്ടും കയ്പ്പ് കാണത്തില്ല. ഇങ്ങനെ ചെയ്താൽ എല്ലാവരും ട്രൈ ചെയ്യണം.